യുവനടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ നടൻ സിദ്ദിഖ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരായേക്കും. സുപ്രീംകോടതി കേസിന് പരിഗണിക്കുന്നതുവരെ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ് ലഭിച്ചില്ലെങ്കിൽ സ്വമേധയാ ഹാജരായേക്കും. കേസിൽ തുടർ നടപടികൾ അന്വേഷണ സംഘം ഇന്ന് തീരുമാനിക്കും. അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകി വിട്ടയക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ്. തിരുവനന്തപുരത്ത് നിന്ന് CJ അരുൺ സിംഗ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ സിംഗ്, ഏറ്റവും ഒടുവിലായി സിദ്ദിഖിന്റെ അഭിഭാഷകൻ അറിയാൻ കഴിഞ്ഞത് അന്വേഷണ സംഘത്തിന് മുമ്പ് ഹാജരാകാൻ തയ്യാറാണ്. അത് അന്വേഷണ സംഘം തന്നെ ബന്ധപ്പെട്ട് വിളിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാജരാകും, അതല്ലെങ്കിൽ മറ്റെന്ത് വഴിയെന്നുള്ളത് ആലോചിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ SITയുടെ അടുത്ത നീക്കം എന്താണ്? ജെയിംസ്, SIT നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ അങ്ങനെ ഒരു അന്തിമ തീരുമാനം അന്വേഷണ സംഘം എടുത്തിട്ടില്ല. കാരണം സിദ്ദിഖിന്റെ കേസ് അങ്ങനെ നോട്ടീസ് അയക്കേണ്ട, നിയമപ്രകാരം നോട്ടീസ് അയക്കേണ്ട ഒരു കേസല്ല. കാരണം 7 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലൊരു ഇടക്കാല ജാമ്യം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ നോട്ടീസ് അയക്കാം. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ADGP, ഇതിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഒരു യോഗം ചേരുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പകർപ്പൊക്കെ അവർക്ക് ലഭിച്ചു. അക്കാര്യങ്ങളും എന്താണ് ഇനി അടുത്ത നടപടി എന്ന കാര്യത്തിലും ഇതിൽ തീരുമാനമുണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ സിദ്ദിഖിന്റെ അഭിഭാഷകരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ രേഖാമൂലം നോട്ടീസ് നൽകിയിട്ട് ഒരു ദിവസം, നാളെയോ മറ്റന്നാളോ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിലോ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരിക്കും. ഹാജരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തും. കാരണം അറസ്റ്റിന് തടസ്സമില്ല. പക്ഷേ റിമാൻഡ് ചെയ്യാനാവില്ല എന്ന് മാത്രമാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊണ്ടുണ്ടാകുന്ന ഏക തടസ്സം. പക്ഷേ പോലീസ് ആവശ്യപ്പെടുന്നത് അവർക്ക് ഏറ്റവും അത്യാവശ്യം റിമാൻഡ് ചെയ്യുക എന്നതിനേക്കാൾ സിദ്ദിഖിനെ 2 or 3 ദിവസം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും കൃത്യമായ മറുപടികൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള സാവകാശം ഉണ്ടാകണം. അതിനുവേണ്ടി കസ്റ്റഡിയിൽ വേണം. കസ്റ്റഡി പൂർണ്ണമായിട്ടും കസ്റ്റഡി വിട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്തേക്ക് 2-3 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നും ആവശ്യപ്പെടും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് പ്രത്യേക സംഘം ആലോചിക്കുന്നത്. അതിന് പക്ഷേ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലല്ലോ. വിചാരണ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി ചോദ്യം ചെയ്യുന്നതിന് അനുമതി ലഭിക്കുമല്ലോ. അനുമതി സ്വാഭാവികമായും ലഭിക്കണമെങ്കിൽ ഇവർ കസ്റ്റഡി അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. കാരണം ജാമ്യം നൽകി വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ ജാമ്യ ഉപാധി എന്താണ് എന്നുള്ളത് വിചാരണ കോടതിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുമോ അല്ലെങ്കിൽ എത്ര മണിക്കൂർ ചോദ്യം ചെയ്യാൻ ലഭിക്കും എന്നൊക്കെ ഉള്ളത് വിചാരണ കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അപ്പോൾ ഏത് തരത്തിൽ നോട്ടീസ് നൽകി വിളിക്കണം എന്ന അടക്കത്തിൽ ഒരു നിയമോപദേശം കൂടി തേടിയ ശേഷം, നിയമോപദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും രേഖാമൂലമുള്ള നിയമോപദേശമല്ല, സുപ്രീം കോടതി അടക്കം ഹാജരായിട്ട് സർക്കാരിന് വേണ്ടി വാദിച്ച അഭിഭാഷകരോടക്കം കാര്യങ്ങൾ സംസാരിച്ച ശേഷമായിരിക്കും നോട്ടീസ് എങ്ങനെ നൽകണം, എപ്പോഴത്തേക്ക് നൽകണം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അന്വേഷണ സംഘം എടുക്കുക. അപ്പോൾ ഇന്ന് തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഹാജരായി ഉള്ള നടപടികളിലേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്ന് അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം സിദ്ദിഖിന്റെ അഭിഭാഷകർ അറിയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അവർ നേരിട്ട് ഇന്ന് ഹാജരാകുന്നില്ല. 2-3 ദിവസം അന്വേഷണ സംഘം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നനുസരിച്ച് കാത്തിരിക്കും എന്നുള്ളതാണ്. പോലീസ് പറയുന്നത് മാധ്യമങ്ങളിലൂടെയുള്ള അറിവല്ലാതെ സിദ്ദിഖിന്റെ അഭിഭാഷകർ അത്തരം ഒരു കാര്യം അന്വേഷണ സംഘവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വരും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും തന്നെ അങ്ങോട്ടേക്ക് പോയി ചോദിക്കേണ്ട സാഹചര്യം അവർക്കില്ല. അവരുടെ മുന്നിൽ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് അറിയാൻ തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് യോഗം ചേർന്നിട്ട് സിദ്ദിഖിന്റെ അഡ്രസ്സിൽ, നേരിട്ടുള്ള അഡ്രസ്സിൽ നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ സിദ്ദിഖ് പുറലോകത്തേക്ക് വരാനോ പോലീസിന് മുന്നിൽ എത്താനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CJ അരുൺ സിംഗ് തിരുവനന്തപുരത്ത് നിന്ന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൊരു യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണം എന്നതിൽ ഒരു തീരുമാനമുണ്ടാവുക.